ഇപ്പം സത്യം പറഞ്ഞ നാടകങ്ങൾ ഓവറാ. പിന്നെ ഇപ്പോഴത്തെ നാടകങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തുള്ള നാടകങ്ങളില്ലേ, ഇപ്പോൾ ഈ അമ്പലപ്പറമ്പിലൊക്കെ ആയിരക്കണക്കിന് ആൾക്കാരിക്കില്ല, അത്ര പേരിലേക്ക് എത്തണ്ടേ. അപ്പോൾ ശബ്ദങ്ങൾ വാച്ചാ മക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള കുറേ അഡീഷണൽ അതില്ല. പണ്ട് ഞങ്ങൾ ഒരു വീട്ടിലെങ്ങനെ പെരുമാറുന്നു അനുസരിച്ച രീതിയിലാണ് ഞങ്ങൾ പെരുമാറിക്കൊണ്ടിരുന്നത്. അല്ല ഇപ്പൊ ഈ കുട്ടേട്ടൻ പറഞ്ഞ പോലെ പിന്നീടാണ് അച്ഛാ മഖ എന്നൊക്കെ അമ്പലപ്പറമ്പുകളിലാണ് അത് കൂടുതൽ ഓപ്പൺ എയർ തിയേറ്റർ വന്നപ്പോഴാണ്. പണ്ട് ഓപ്പൺ ഞാനൊക്കെ നാടകം കളിക്കുന്ന കാലത്ത് മുഴുവൻ ഫൈനാൻസ് സൊസൈറ്റികളാണ്. ഫൈനാൻസ് കൂടി 10,000 പേരെ ഉള്ളൂ. അത് ടിക്കറ്റ് ഫംഗ്ഷനാണ്. വില കൊടുത്താണ്, വിലയുണ്ടായിരുന്നു നാടകത്തിന്, വില കൊടുത്താണ്. KPSC ആണെങ്കിൽ KT മുഹമ്മദ്, അച്ഛൻ എസ്.എൽ. സദാനന്ദൻ, PG ആന്റണി, അതുപോലെ പ്രഗത്ഭരായ എഴുത്തുകാരുണ്ടായിരുന്നു. അപ്പോൾ ജീവിതഗന്ധിയായ കഥകളായിരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുള്ള കഥകളായിരുന്നു. അപ്പം ജനങ്ങളുടേതായ കഥകൾ കേൾക്കുകയാണ്. ഇപ്പം ഒരാളിപ്പോൾ വെറുതെ രാഷ്ട്രീയ പ്രസംഗം കേൾക്കുന്നവരല്ല, അതിന് കഥാപാത്രങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സംഭവം. അതുപോലെ അതല്ലേ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ നാടകമൊക്കെ അവസാനിക്കുമ്പം പ്രേക്ഷകൻ എഴുന്നേറ്റ് നിന്ന് വിളിക്കും ഇൻകുലാബ് സിന്ദാബാദ് എന്ന്. മൊത്തം പ്രേക്ഷകനോട് എഴുന്നേക്കാൻ പറഞ്ഞിട്ടല്ല, ഈ പ്രായമുള്ള ആള് കൊടി വാങ്ങിച്ചിട്ട് നിങ്ങളെ കൂടെ എന്നെയും കമ്മ്യൂണിസ്റ്റ് ആക്കി പുള്ളി ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പുള്ളി വിളിക്കും. പ്രേക്ഷകൻ വിളിക്കും കൂടെ. അവർ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ടല്ല, ആ നാടകം കണ്ടപ്പോൾ അവരെ കണ്ട് വിളിപ്പിക്കുക അങ്ങനെ.